അപ്പം ആളുകൾക്കൊക്കെ സംശയമുണ്ട് ഈ കോ പേയ്മെൻ്റ് എന്നുള്ളത് എന്താണെന്നുള്ളത്. പലതരത്തിൽ അതിനെ കാറ്റഗറൈസ് പറയുന്നുണ്ട്. സത്യത്തിൽ എന്താണത് കോ പേയ്മെൻറ്റ്? കോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിസിബിൾ ക്ലെയിം എമൗണ്ട് പോളിസി ഹോൾഡറും കമ്പനിയും കൂടെ ഷെയർ ചെയ്യുക. അവിടെ ഒരു പാർട്ട്ണർഷിപ്പായിട്ടാണ് അത് പോവുക. അതായത് ഇപ്പോൾ ഒരു 10% കോ പേയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ബില്ല് ഏകദേശം 15 ലക്ഷം രൂപയാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ 1.5 ലക്ഷം രൂപ ആ പോളിസി ഹോൾഡർ അടയ്ക്കണം, ബാക്കി എമൗണ്ടേ കമ്പനി അടയ്ക്കുള്ളൂ. അപ്പോൾ കോ പേയ്മെൻറ്റും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. ഇന്ത്യയിൽ പൊതുവേ ഈ ക്ലെയിം റിജക്ട് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടാണ് പറയുന്നത്. സത്യത്തിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ക്ലെയിം റിജക്ഷൻ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്, ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ലൈഫ് ടൈമിൽ, അതായത് ഞാൻ പോളിസി എടുക്കുന്നത് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഡയഗ്നോസ് ചെയ്ത അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ കാണിക്കണം. പ്രധാനമായിട്ടും ക്ലെയിം റിജക്ഷൻ വരുന്നത് ഈ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ഡിസ്ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ്. രണ്ടാമത്തത് റിജക്ഷൻ വരുന്നത് കുറേ അസുഖങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡുകളുണ്ട്. ആ വെയിറ്റിംഗ് പീരീഡുകളിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ. പിന്നെ ഉള്ളത് ഇപ്പം ചില കേസുകളിൽ ഹോസ്പിറ്റലുകൾ അഡ്മിഷൻ ആവശ്യമായിരിക്കില്ല. അപ്പോൾ അഡ്മിഷൻ ആവശ്യമില്ലാത്ത കേസിൽ ഒരു ഒബ്സർവേഷനിൽ ഇരിക്കുമ്പോൾ ആൾക്ക് ചിലപ്പോൾ ക്ലെയിം കിട്ടണമെന്നില്ല. ക്ലെയിം റിജക്ഷൻ സംഭവിക്കുന്നത് പ്രധാനമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ ക്ലെയിം റിജക്ഷനും എന്താ പറയുക, 100% കസ്റ്റമറുടെ ഭാഗത്ത് ന്യായമാണെങ്കിൽ അതൊരിക്കലും റിജക്റ്റ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ്. അതിനെല്ലാ സംവിധാനങ്ങളും ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട്. നിലവിൽ നമ്മുടെ പ്രൊപ്പോഷൻ ഫോമിൽ എന്തെങ്കിലുമൊക്കെ മറന്നുപോയി കഴിഞ്ഞാൽ നമ്മുടെ പോളിസി മൊത്തത്തിൽ റദ്ദാക്കാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അത് എന്താണ് അദ്ദേഹം മറന്നുപോയത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഈ പറഞ്ഞതുപോലെ ആൾക്ക് ലൈഫിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും അസുഖം ആൾ കാണിക്കാൻ വിട്ടുപോയതാണെങ്കിൽ അത് ഒരു പക്ഷേ ഈ ക്ലെയിമിൻ്റെ അവസരത്തിൽ ഇൻഷുറൻസ് കമ്പനിക്ക് മനസ്സിലാവുകയാണ്. കാരണം ട്രീറ്റിംഗ് ഡോക്ടറുടെ ലെറ്ററുടെ അടിസ്ഥാനത്തിൽ അത് മനസ്സിലാക്കപ്പെടുകയാണെങ്കിൽ ആൾക്ക് ആ ക്ലെയിം റിജക്റ്റ് ചെയ്യപ്പെടാം. ചിലപ്പോൾ പോളിസി തന്നെ ക്യാൻസൽ ആവാം. അതുകൊണ്ട് എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ ഡയഗ്നോസ് ചെയ്ത എല്ലാ അസുഖങ്ങളും നിർബന്ധമായിട്ടും കാണിക്കുക എന്നുള്ളത് ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഒരു പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണണം. ഇപ്പോൾ ഹോസ്പിറ്റലുകളിൽ ആളുകൾ അഡ്മിറ്റ് ആവുന്ന സമയത്ത് ഇപ്പം പലരും ചില ആളുകൾ ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യും, അവിടെ നിന്ന് അഡ്മിറ്റ് തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അതിൽ നമ്മുടെ ക്ലെയിം റിജക്റ്റ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ടോ? അതായത് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ അവിടെ അഡ്മിറ്റ് ആവുക എന്നുള്ളതാണ് IRDA തന്നെ നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഇന്ന് ഇൻഷുറൻസ് കമ്പനികളൊക്കെ ഡേ കെയർ പ്രൊസീജിയർ എന്നുള്ള രീതിയിൽ ക്ലെയിം കൊടുക്കുന്നുണ്ട്. അത് ടെക്നോളജിയുടെ അഡ്വാൻസ് മൂലം ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് ചികിത്സ കഴിഞ്ഞ് പോവുക എന്നുള്ളതാണ്. ഒരു ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിച്ച് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. ഏകദേശം 600കളോളം പ്രൊസീജിയറുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 24 മണിക്കൂർ അഡ്മിഷൻ ഇല്ലാതെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഇന്ന് ഇൻഷുറൻസ് കമ്പനികൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 24 മണിക്കൂർ നിർബന്ധമില്ല. പക്ഷേ അവിടെ അസുഖം എന്തെങ്കിലും രീതിയിൽ ഉണ്ടാവണം. ഒബ്സർവേഷനിൽ ഇരിക്കുന്നതിന് പലപ്പോഴും നമുക്ക് ക്ലെയിം കിട്ടില്ല എന്നുള്ളത് മാത്രം. അപ്പം ഞാൻ പല തവണയായിട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോളിസി റദ്ദാക്കാനുള്ള സാധ്യതയുണ്ടോ? ഇത് സത്യത്തിലൊരു മിഥ്യാധാരണയാണ്. കാരണം IRDA തന്നെ കർശനമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾക്ക് നിർദ്ദേശം വെച്ചിരിക്കുന്നതാണ്. ഒരു ആള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാവിയിൽ വന്നേക്കാവുന്ന ഒരു റിസ്ക് കവർ ചെയ്യാനാണ് ഇത് എടുക്കുന്നത്. ഒരിക്കലും ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ഒരാളുടെ പോളിസി ക്ലെയിം വന്നതുകൊണ്ട് റിജക്റ്റ് ചെയ്യാനുള്ള യാതൊരു അധികാരവും ഇല്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു പോളിസി എടുത്തു, എനിക്കിപ്പോൾ അത് മറ്റൊന്നിലേക്ക് പോർട്ട് ചെയ്യണം എന്ന ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അത് അങ്ങനെ എനിക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ? ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും അതിന് വരുന്ന ഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാം. ഇന്നൊരു സിം പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സർവീസിൽ എന്തെങ്കിലും നമുക്ക് ഇഷ്ടക്കേടുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് പോർട്ട് ചെയ്യാൻ പറ്റും. അതിന് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിലുള്ള വെയിറ്റിംഗ് പീരീഡുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും അതിൻ്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. പോളിസി ആക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത് ആ ഇൻഷുറൻസ് കമ്പനിയുടെ റൈറ്റ് ആണ് എന്നത് മാത്രം.